നക്ഷത്രങ്ങളുടെ മധ്യഭാഗത്തിൽ ഫ്യൂഷൻ റിയാക്ഷൻ, അതായത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്ന പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഹൈഡ്രജൻ അനന്തമല്ല, ഒരിക്കലത് തീർന്നു പോകും. അങ്ങനെ തീരുമ്പോഴാണ് ആ നക്ഷത്രം നശിക്കുന്നത്. മാസ് വളരെയധികം കൂടുതലുള്ള ഭീമാകാരമായ നക്ഷത്രങ്ങളാണെങ്കിൽ അവയുടെ ഉള്ളിലുള്ള ഹൈഡ്രജൻ തീരുമ്പോൾ അവ അതിതീവ്രമായ വിസ്ഫോടനത്തിലൂടെയായിരിക്കും നശിക്കുന്നത്. എന്നാൽ നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഒരു വൈറ്റ് ഡ്വാർഫായി മാറി നശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ തന്നെ അവസാനിച്ചാലും നശിക്കുന്നതിന് മുന്നേ എല്ലാ നക്ഷത്രങ്ങളും ചുവന്ന ഭീമൻ നക്ഷത്രമായിട്ട് മാറുന്ന ഒരു ഘട്ടമുണ്ടാകും. ഇനിയും ഏകദേശം 500 കോടി വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സൂര്യനും അതുപോലെ ഒരു റെഡ് ജയന്റ് ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന സമയത്തിൽ സൂര്യന്റെ സമീപത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളെയെല്ലാം സൂര്യൻ വിഴുങ്ങും. അന്ന് നമ്മുടെ ഭൂമിയും സൂര്യന്റെ ഉള്ളിലാകും. എന്നാൽ സൂര്യൻ നശിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയെ നമ്മൾ മറ്റൊരു നക്ഷത്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടുപോയാലോ? അതാണ് പ്രശസ്തമായ വാണ്ടറിംഗ് എർത്ത് എന്ന സിനിമയുടെ ആശയം. സൂര്യൻ റെഡ് ജയന്റ് ആയി മാറാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് ധാരാളം വലിയ എഞ്ചിനുകൾ നിർമ്മിച്ച് ഭൂമിയെ തന്നെ ഒരു വലിയ സ്പേസ് ഷിപ്പ് ആക്കി മാറ്റി ഭൂമിയെ പ്രോക്സിമ സെന്റൗറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് വാണ്ടറിംഗ് എർത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഭൂമിയെ മുഴുവനായും നമുക്ക് സൂര്യനിൽ നിന്നും രക്ഷിക്കാനാകും. പക്ഷെ അത് ശരിക്കും സാധ്യമാണോ? ഇന്ന് നമുക്ക് അങ്ങനെ ഭൂമിയെ മൊത്തത്തിൽ മറ്റൊരു നക്ഷത്രത്തിന് കീഴിലേക്ക് കൊണ്ടുപോകാനാകുമോ? നമുക്ക് നോക്കാം. ഭൂമിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഭൂമിയുടെ കറക്കം നിർത്തേണ്ടതുണ്ട്. അങ്ങനെ കറക്കം നിർത്താൻ ഭൂമി കറങ്ങുന്നതിനെതിരായി ഭൂമിയുടെ ഇക്വേറ്ററിൽ ഭീമാകാരമായ വലിയ റോക്കറ്റ് എഞ്ചിനുകൾ ഘടിപ്പിക്കാം. പക്ഷേ അതിലുള്ള പ്രശ്നം എന്താണെന്നാൽ ഈ എഞ്ചിനുകൾ സ്ഥാപിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയായ ക്രസ്റ്റിലാണ്. ഈ ക്രസ്റ്റ് ശരിക്കും പല പല ഭാഗങ്ങളായിട്ട് പിളർന്നാണ് കിടക്കുന്നത്, അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഭൂമി കറങ്ങുന്നതിനോടൊപ്പം ഈ ടെക്ടോണിക് പ്ലേറ്റ്സും കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ കറക്കം നിർത്തിയാൽ, അത് പതിയെ പതിയെ നിർത്തിയാൽ പോലും ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആ ചലനം കാരണം ടെക്ടോണിക് പ്ലേറ്റ്സ് എല്ലാം പരസ്പരം കൂട്ടിയിടിക്കും. അനന്തരഫലമായി അതിതീവ്രമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഭൂമി കുലുക്കങ്ങളും സുനാമികളും ഒക്കെ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തകർന്നു പോകും. ഒരുപക്ഷെ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളുടെ സമയമെടുത്താണ് കറക്കം നിർത്തുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചേക്കാം. എന്നാലും മറ്റൊരു കുഴപ്പമുണ്ട്. കോസ്മിക് കിരണങ്ങളിൽ നിന്നും സൂര്യനിൽ നിന്നും വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ നിന്നുമെല്ലാം ഭൂമിയെ സംരക്ഷിക്കുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക വലയമാണ്. ഈ കാന്തിക വലയം ഇല്ലാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്ന് കാണുന്നത് പോലത്തെ ഒരു ജീവനും നിലനിൽക്കാനാകില്ല. ഭൂമിയുടെ ഉള്ളിലുള്ള കോർ ഭാഗം കറങ്ങുന്നത് കൊണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമിയുടെ കറക്കം നിലയ്ക്കുന്നതോടെ ഉള്ളിലുള്ള കോറിന്റെ കറക്കവും കുറയും. അങ്ങനെ കാന്തിക വലയം ദുർബലമായാൽ കാലക്രമേണ ഭൂമിയുടെ അന്തരീക്ഷം നശിക്കാൻ തുടങ്ങും. നിസ്സാരമായിട്ട് പറഞ്ഞാൽ കറക്കം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപരിതലത്തിൽ ഒരു തരത്തിലുമുള്ള ജീവനും അധികകാലം ജീവിക്കില്ല. സിനിമയിലാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് സിറ്റികൾ സ്ഥാപിക്കുന്നതിലൂടെയാണ്. പക്ഷേ ഇതെല്ലാം ആദ്യഘട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഭൂമിയുടെ കറക്കം നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഭൂമിയെ സൂര്യനിൽ നിന്നും അകറ്റിക്കൊണ്ടു പോവുക എന്നതാണ്. സൂര്യനിൽ നിന്നും ഏകദേശം 15 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ ദൂരവും സൂര്യന്റെയും ഭൂമിയുടെയും മാസുമൊക്കെ പരിഗണിച്ചു നോക്കുമ്പോൾ ഏകദേശം 42 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് സൗരയൂഥത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി. അതായത് സൂര്യന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിനെ ഭേദിച്ചു പോകണമെങ്കിൽ 42 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡിൽ കൂടുതൽ വേഗത്തിൽ ഭൂമിയെ സൂര്യനിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകേണ്ടി വരും. ഭൂമിയെ പോലെ ഒരു ഭീമാകാരമായ ബഹിരാകാശ വസ്തുവിനെ അത്രയും വേഗത്തിൽ കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ വേഗത മുഴുവനും കൈവരിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ ഇപ്പോൾ തന്നെ ഭൂമിക്ക് ഏകദേശം 30 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന വേഗത. അതുകൊണ്ട് ഇതിനോടൊപ്പം 12 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയും കൂടെ കൂട്ടാൻ പറ്റിയാൽ ഭൂമിയെ നമുക്ക് സൗരയൂഥത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ പറ്റും. അതായത് ഭൂമിയെ നേരെ സൂര്യനിൽ നിന്നും അകറ്റുന്നതിനു പകരം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിനെ പതിയെ പതിയെ വലുതാക്കുന്നതിനോടൊപ്പം അകറ്റിയാൽ ഓർബിറ്റൽ വെലോസിറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ ഭൂമിയുടെ വേഗത 42 കിലോമീറ്റർ പെർ സെക്കൻഡിന് മുകളിൽ എത്തിക്കാൻ കഴിയും. പക്ഷേ എങ്ങനെയാണ് ഭൂമിയുടെ വേഗത കൂട്ടുന്നത്?
സിനിമയിൽ അതിനുവേണ്ടി 10,000-ത്തിലധികം എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ അത് നല്ലൊരു മാർഗമായിട്ട് ചിലപ്പോൾ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഏതാനും ചില ദശകങ്ങൾ കൊണ്ട് ഭൂമിയെ സൗരയൂഥത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഭൂമിയെ സോളാർ സിസ്റ്റത്തിന് പുറത്തെത്തിക്കണമെങ്കിൽ അതിശക്തമായ എഞ്ചിനുകൾ വേണം. സിനിമയിൽ അതിനുവേണ്ടി എർത്ത് എഞ്ചിൻസ് എന്ന് പറയുന്ന ഭീമാകാരമായ എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും 10,000-ത്തിൽ കൂടുതൽ എർത്ത് എഞ്ചിനുകൾ. പക്ഷേ അത്രയും വലിയ എഞ്ചിനുകൾ ഇന്ന് നമുക്കില്ല. നമ്മൾ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ റോക്കറ്റ് എഞ്ചിനുകളിൽ ഒന്നാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന റാപ്റ്റർ 2 എഞ്ചിൻ. പക്ഷേ റാപ്റ്റർ എഞ്ചിൻസ് ആണെങ്കിൽ പോലും പല ശതകോടിക്കണക്കിന് എഞ്ചിനുകൾ ഉപയോഗിച്ചാൽ മാത്രമേ സിനിമയിൽ കാണിക്കുന്ന ഒരു എർത്ത് എഞ്ചിന്റെ അത്ര ശക്തി ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ഒരു വശം മുഴുവൻ ഒരു തരി നിലം പോലും പാഴാക്കാതെ നിറയെ എഞ്ചിനുകൾ സ്ഥാപിച്ചാൽ മാത്രമേ ഭൂമിയെ നമുക്ക് ഏതാനും ചില ദശകങ്ങൾ കൊണ്ട് തന്നെ ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും കോടിക്കണക്കിന് എഞ്ചിനുകൾ നിർമ്മിക്കുക എന്നത് ഏകദേശം പൂർണ്ണമായും അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഏതാനും ചില ദശകങ്ങൾ കൊണ്ട് ഭൂമിയെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനു പകരം പല കോടിക്കണക്കിന് വർഷങ്ങളുടെ സമയം കൊണ്ട് വളരെ പതിയെ പോയാൽ മതിയെങ്കിൽ തീർച്ചയായും 10,000 റാപ്റ്റർ എഞ്ചിൻസ് ഉപയോഗിച്ച് തന്നെ അത് സാധ്യമാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ചെയ്താലും അതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണെന്നാൽ ഇത്തരം റോക്കറ്റുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവയ്ക്ക് വൻ തോതിലുള്ള ഇന്ധനം ആവശ്യമാണ്. വൻ തോതിലെന്ന് വെച്ചാൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ എത്തണമെങ്കിൽ പോലും ഭൂമിയുടെ 35% മാസം ഈ എഞ്ചിനുകളുടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുമാത്രമല്ല, അത്രയും കാലങ്ങൾ എടുക്കുമെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ തന്നെ സൂര്യൻ റെഡ് ജയന്റ് ആവുകയും ഭൂമിയെ വിഴുങ്ങുകയും ചെയ്തേക്കാം. അപ്പോൾ പിന്നെ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. എന്നാൽ സിനിമയിൽ കാണിക്കുന്നത് സാധാരണ എഞ്ചിനുകളല്ല. മൗണ്ട് എവറസ്റ്റിനേക്കാൾ 1000 അടിയോളം കൂടുതൽ ഉയരത്തിലുള്ള അതിബൃഹത്തായ എഞ്ചിനുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അവയ്ക്ക് വേണ്ട ഊർജം കണ്ടെത്തുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്. നേരത്തെ പറഞ്ഞ സാധാരണ എഞ്ചിനുകളേക്കാൾ തീർച്ചയായും ശക്തവും കാര്യക്ഷമവുമാണ് ന്യൂക്ലിയർ എഞ്ചിൻസ്. ഭൂമിയുടെ മാസും വേഗതയുമൊക്കെ പരിഗണിക്കുമ്പോൾ ഇത്തരം ന്യൂക്ലിയർ എഞ്ചിൻസ് ഉപയോഗിച്ച് ഭൂമിയെ സോളാർ സിസ്റ്റത്തിന് പുറത്തെത്തിക്കാൻ ഭൂമിയുടെ വെറും 0.3% മാസിനെ മാത്രമേ ഇന്ധനമാക്കേണ്ടി വരൂ. പക്ഷേ ഇത്രയും വലിയ 10,000 എഞ്ചിൻസ് നിർമ്മിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വാട്സില റിയൽ ടൈം ഫ്ലെക്സിബിൾ 96C എന്ന എഞ്ചിനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിൻ. അതിന് 13.5 മീറ്റേഴ്സ് ഉയരവും 26.5 മീറ്റേഴ്സ് നീളവുമുണ്ട്. വളരെ വലിയ ചരക്ക് കപ്പലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം എഞ്ചിൻസ് ഉപയോഗിക്കുന്നത്. ആകെ 25 ആർട്ടിഫ്ലെക്സ് 96C എഞ്ചിൻസ് മാത്രമേ ഇന്ന് ലോകത്തിലുള്ളൂ. കാരണം ഇത് നിർമ്മിക്കുക എന്നത് വളരെയേറെ ചിലവ് കൂടിയ പ്രക്രിയയാണ്. ഒരൊറ്റ ആർട്ടിഫ്ലെക്സ് 96C നിർമ്മിക്കാൻ പോലും 250 കോടി രൂപയോളമാകും. അപ്പോൾ 10,000 മീറ്റേഴ്സിൽ കൂടുതൽ ഉയരമുള്ള എർത്ത് എഞ്ചിൻസ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കണക്കുകൂട്ടൽ പ്രകാരം ഒരൊറ്റ എർത്ത് എഞ്ചിൻ നിർമ്മിക്കണമെങ്കിൽ പോലും 10,000 കോടി ടൺസിലേറെ കോൺക്രീറ്റ് ആവശ്യമാണ്. താരതമ്യേന പറഞ്ഞാൽ 2022 കണക്ക് പ്രകാരം പ്രതിവർഷം 400 കോടി ടൺ സിമന്റാണ് ലോകത്തിൽ ആകെ മൊത്തമായി നിർമ്മിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഒരൊറ്റ എർത്ത് എഞ്ചിൻ നിർമ്മിക്കാൻ ആവശ്യമായ സിമന്റ് നിർമ്മിക്കാൻ പോലും ഏകദേശം 30 വർഷങ്ങളെടുക്കും. ഇതിപ്പോൾ സിമന്റിന്റെ കണക്ക് മാത്രമാണ്. എഞ്ചിൻസ് നിർമ്മിക്കാൻ ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ 10,000 എർത്ത് എഞ്ചിനുകൾ സ്ഥാപിക്കണമെങ്കിൽ ലോക ജനത മുഴുവൻ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പോലും, അങ്ങനെ ഒരിക്കലും ഒരു സാഹചര്യത്തിലും മൊത്തം നശിക്കാൻ പോകുന്ന സമയത്തിൽ പോലും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ചാൽ പോലും ആയിരക്കണക്കിനോ അല്ലെങ്കിൽ ഒരുപക്ഷെ 10,000 കണക്കിനോ വർഷങ്ങളോളം വരെ സമയമെടുക്കും. എന്നാൽ സിനിമയിൽ വെറും 100 വർഷങ്ങൾ കൊണ്ട് സൂര്യൻ ഭൂമിയെ വിഴുങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിയെ എർത്ത് എഞ്ചിൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനാകില്ല. കാരണം ഏതാനും ചില എർത്ത് എഞ്ചിൻസ് നിർമ്മിക്കുന്നതിനുള്ളിൽ തന്നെ സൂര്യൻ നമ്മുടെ ഭൂമിയെ വിഴുങ്ങിയിട്ടുണ്ടാകും. എർത്ത് എഞ്ചിൻസ് അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എഞ്ചിൻസ് എന്നത് നിലവിൽ വെറും സൈദ്ധാന്തികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടെക്നോളജി വെച്ച് നോക്കിയാൽ റാപ്റ്റർ പോലെയുള്ള എഞ്ചിൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് ഭൂമിയെ കൊണ്ടുപോകാനാകില്ല. അത് തികച്ചും അസാധ്യമാണ്.
എന്തെന്നാൽ ഭൂമിയെ സൗരയൂഥത്തിന് പുറത്തെത്തിക്കണമെങ്കിൽ തന്നെ ഭൂമിയുടെ 99% മാസം ഈ എൻജിൻസിന്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടുന്ന് പുറപ്പെടുന്ന ഭൂമി സൗരയൂഥത്തിന്റെ അതിരിലെത്തുമ്പോഴേക്കും അത് ചെറിയൊരു ആസ്ട്രോയിഡിന്റെ യാത്രയായി മാറിയിട്ടുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ വാണ്ടറിംഗ് എർത്തിലെ ആശയം യഥാർത്ഥത്തിൽ തീർത്തും വലിയൊരു വിഡ്ഢിത്തമാണ്. ഇന്ന് നമുക്കത് പൂർണ്ണമായും അസാധ്യമായ കാര്യമാണ്. ഒരുപക്ഷെ ഫ്യൂഷൻ ടെക്നോളജിയൊക്കെ ഒരുപാട് പുരോഗമിക്കുന്ന കാലത്തിൽ ഇത്തരമൊരു സാഹസം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഫ്യൂഷൻ എനർജി ഇല്ല എന്നത് മാത്രമല്ല പ്രശ്നം. ഭൂമിയെ നമ്മൾ റോക്കറ്റാക്കി മാറ്റുന്നതിലൂടെ ഭൂമിയിലെ ഭൂരിഭാഗം ജീവനെയും കൂടെ നമ്മൾ നശിക്കുന്നതിലുപരി ബാക്കി അവശേഷിക്കുന്ന ജീവനെയും കൂടെ നമ്മൾ വളരെ വലിയ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്യൂഷൻ എനർജിയൊക്കെ സാധ്യമാണെങ്കിൽ പോലും റെഡ് ജയന്റായി മാറുന്ന സൂര്യനിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഭൂമിയെ ഒരു റോക്കറ്റാക്കി മാറ്റേണ്ട കാര്യമില്ല. എന്തെന്നാൽ അതിന് ഇതിനേക്കാൾ വളരെ മികച്ച മറ്റ് മാർഗങ്ങളുണ്ട്. ഭൂമിയെ മൊത്തത്തിൽ മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ വലിയ സ്പേസ് ഷിപ്പുകൾ നിർമ്മിച്ച് അതിലൂടെ പരമാവധി മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിൽ എത്തിക്കുന്നതാണ് എന്തുകൊണ്ടും ഒരുപാട് നല്ലതും സുരക്ഷിതവും. അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ മാർഗവും. ഓനെയിൽ സിലിണ്ടറും സ്റ്റാൻഫോർഡ് ടോറസും ഒക്കെ പോലെയുള്ള ആശയങ്ങൾ ഇന്ന് തന്നെ മനുഷ്യൻ പദ്ധതിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും എർത്ത് എഞ്ചിൻസ് നിർമ്മിക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും ബഹിരാകാശത്തിൽ വെച്ച് ഇത്തരം ഭീമാകാരമായ സ്പേസ് ഷിപ്പുകൾ നിർമ്മിക്കാൻ. പക്ഷേ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ പോലെ ഒരു ബൃഹത്തായ ബഹിരാകാശ വസ്തുവിനെ മുഴുവനായും കൊണ്ടുപോകുന്നതിന്റെ ചെറിയൊരു ശതമാനം ഊർജം മതി ഇത്തരം സ്പേസ് ഷിപ്പുകളെ മറ്റൊരു സ്റ്റാർ സിസ്റ്റത്തിൽ എത്തിക്കാം. മറ്റൊരു കാര്യമെന്നത് സിനിമയിൽ വെറും 100 വർഷങ്ങൾ കൊണ്ട് സൂര്യൻ റെഡ് ജയന്റ് ആകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഹീലിയം ഫ്ലാഷ് എന്നൊരു പ്രത്യേകതരം പ്രതിഭാസം സൂര്യനിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് സൂര്യൻ ഒരു റെഡ് ജയന്റ് ആയി മാറുന്നതെന്നാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നാൽ ഹീലിയം ഫ്ലാഷ് എന്നത് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. അത് റെഡ് ജയന്റുകളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുമാത്രമല്ല, ശരിക്കും അങ്ങനെ വെറും 100 വർഷങ്ങൾ കൊണ്ട് സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമാകാൻ കഴിയില്ല. അത് പല കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വളരെ സാവധാനം മാത്രം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. സൂര്യൻ റെഡ് ജയന്റ് ആകാൻ തുടങ്ങിയ ശേഷം മെർക്കുറിയുടെ ഭ്രമണപഥത്തിന്റെ അത്ര വലിപ്പം വയ്ക്കാൻ തന്നെ പല ദശലക്ഷം വർഷങ്ങൾ മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ വരെ സമയമെടുക്കും. അത്രയും സമയമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഭൂമിയിലുള്ള സകല മനുഷ്യരെയും വലിയ സ്പേസ് ഷിപ്പുകളിൽ പല തവണയായിട്ട് പ്രോക്സിമ സെന്റൗറിയിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ പിന്നെ നമ്മുടെ ഭൂമിയെ ഒരു റോക്കറ്റാക്കി മാറ്റുന്നതെല്ലാം വെറുതെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.